ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. പേജ് ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് സോഴ്സ്, 5 ഓഫ് കപ്സ്, 4 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അവരുടെ ചുറ്റും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഏറ്റവും അധികം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. സ്വയം അവരെ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ അല്ലെങ്കിൽ കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ 4 ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായിട്ടും അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹമില്ല. ഇപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് അവർ പൂർണ്ണമായും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മനോഭാവത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുകയാണ്. നിങ്ങളൊരു ലവേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരായിരിക്കാം. ഇതൊരു ലോങ് ടേം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയല്ല നിങ്ങളുടെ പേഴ്സൺ. കാരണം കമ്മിറ്റ്മെന്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടേം ആയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. ലോങ് ടേം ആയിട്ട് അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടെ വേണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, മറ്റേതെങ്കിലും വ്യക്തികളോ തടസ്സങ്ങളോ ആയിരിക്കാം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഒരു സമയം നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ചിന്തകൾ നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ഈ ഒരു എനർജിനെ അട്രാക്ട് ചെയ്യാവുന്നതാണ്.